ഹലോ കുംഭമേളൻ്റെ പാർട്ട് 2 ആണ്. നമ്മൾ പിറ്റേ ദിവസം നന്നായിട്ട് കിടന്നുറങ്ങിയിട്ടുണ്ട്, ഉച്ച വരെ കിടന്നുറങ്ങിയിട്ടുണ്ട്. അതാണ് എൻ്റെ അവസ്ഥയൊക്കെ ഇങ്ങനെ കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടിയുടെ സൗണ്ട് ഇട്ടിട്ടാണ് ഞാൻ എഴുന്നേറ്റത്. ആളാണെങ്കിൽ ആ റിങ് വെച്ചിട്ട് സർക്കസൊക്കെ കാണിച്ച് എല്ലായിടത്തും ക്യാഷൊക്കെ മേടിക്കുന്നുണ്ട്. നമുക്കാണെങ്കിൽ പുറത്തത്തെ കാഴ്ചകളൊന്നും കാണാനില്ലാത്തതുകൊണ്ട് ഇതൊക്കെ വരുമ്പോൾ തന്നെയാണ് കേട്ടോ അടിപൊളി. അത് കഴിഞ്ഞപ്പോൾ ഇവരുടെ അടുത്ത് പറഞ്ഞു ഒരു വീഡിയോ എടുക്കട്ടെ ചോദിച്ചപ്പോൾ ഓക്കെ വീഡിയോ എടുക്കുക, ഞങ്ങൾ കുറച്ച് ക്യൂട്ട്നെസ് വാരി വിതറാമെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ക്യൂട്ട്നെസ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മളെ കൂടെ തന്നെ ഒരു നേപ്പാൾ അങ്കിൾ ഉണ്ടായിരുന്നു. ആളുടെ വീട് നേപ്പാൾ ബോർഡറിൽ എങ്ങാണ്ടാണ് പറഞ്ഞിട്ടുള്ളത്. അത് 30 രൂപയ്ക്ക് ഓട്ടോയ്ക്ക് പോയാൽ മതി എന്നൊക്കെയാണ് പറഞ്ഞത്. ആൾ അടിപൊളിയായിരുന്നു കേട്ടോ. ഇത്ര വീഡിയോ മാത്രമേ നമ്മൾ സെക്കൻഡ് ഡേ എടുത്തിട്ടുള്ളൂ. നമ്മൾ തേർഡ് ഡേ മോർണിംഗ് തന്നെ ലക്നൗവിൽ റീച്ചായി. അവിടെ എത്തിയപ്പോൾ തന്നെ അവിടുത്തെ ഡ്രൈവർ ചേട്ടന്മാർ, ഓട്ടോ ചേട്ടന്മാർ നമ്മുടെ അടുത്ത് വന്നു, ഹോട്ടലൊക്കെ സെറ്റാക്കി തരാം, നിങ്ങൾക്ക് എങ്ങോട്ടാണ് പോകേണ്ടതെന്നൊക്കെ ചോദിച്ചിട്ട്. ഇതാട്ടോ അവിടുത്തെ ഓട്ടോ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയുണ്ട്. നമ്മളെ നാട്ടിലത്തെ പോലെയല്ല 8 പേർക്ക് 10 പേർക്കൊക്കെ ആ ഓട്ടോയിൽ പോകാം. പക്ഷേ രാവിലെ തന്നെ നമ്മൾ പറ്റിക്കപ്പെട്ടു. ഒരു 3 പേര് 2 ഓട്ടോയിലാണ് നമ്മളെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ കുഴപ്പമില്ല, നമ്മളെ കൊണ്ടുപോയൊരു ഹോട്ടൽ അടിപൊളിയായിരുന്നു, കുഴപ്പമൊന്നുമില്ല, നമുക്ക് അഫോർഡ് ചെയ്യാൻ വേണ്ടി പറ്റി. അപ്പോഴാണ് നമ്മൾ നന്നായിട്ട് കുറച്ച് ഫുഡ് കഴിച്ചത്. നമ്മളെ നാട്ടിൽ പോലെ അടിപൊളി അല്ലെങ്കിലും ഓക്കെ ആയിട്ടുള്ള ഫുഡ്. നമ്മളിതുവരെ ലേസും ഫ്രൂട്ട്സും ഇടയ്ക്കൊരു ചപ്പാത്തി മാത്രമേ 2-3 ദിവസം കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമുക്ക് സ്വർഗം കിട്ടിയ പോലെ ആയിരുന്നു കേട്ടോ. നമ്മൾ ഫ്രഷായി കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പ്രഹസനം വേണമല്ലോ. പിന്നെ നമ്മൾ പുതിയ ഫാമിലിയാണ്. സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്